CPM തൃശൂർ ജില്ലാ സമ്മേളനം ഇന്ന് സമാപിക്കും. വൈകിട്ട് സീതാറാം യെച്ചൂരി നഗറിൽ നടക്കുന്ന സമാപന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ പാർട്ടിക്ക് വീഴ്ച സംഭവിച്ചുവെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറയുകയുണ്ടായി. പൊതുചർച്ചയ്ക്കുള്ള മറുപടിയിലായിരുന്നു MV ഗോവിന്ദന്റെ പ്രതികരണം. ലെവിൻ കെ വിജയനുണ്ട്. ലെവിൻ, വിവരങ്ങൾ. അതിന് 3 ദിവസങ്ങളിലായി നടക്കുന്ന CPIM തൃശൂർ ജില്ലാ സമ്മേളനം ഇന്ന് വൈകിട്ട് ഒരു പൊതുസമ്മേളനത്തോടു കൂടിയാണ് അവസാനിക്കുക. പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് കുന്നംകുളം ചെറുവത്തൂർ ഗ്രൗണ്ടിൽ, അതായത് സീതാറാം യെച്ചൂരി നഗറിൽ ഉദ്ഘാടനം ചെയ്യുക. അതിന് മുന്നോടിയായി ഇന്ന് പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നടക്കും. ഇന്നലെ 2 ദിവസത്തെ ചർച്ചകൾ പൂർത്തീകരിച്ച് ഇന്നലെയാണ് MV ഗോവിന്ദൻ മാസ്റ്റർ സംഘടനാ ചർച്ചകൾക്ക് പൊതുചർച്ചയിൽ മറുപടി നൽകിയത്. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിരവധി പ്രവർത്തകർ അതോടൊപ്പം തന്നെ പ്രതിനിധികൾ വിമർശനങ്ങളായി ഉന്നയിച്ചത് കരുവന്നൂർ അടക്കമുള്ള ഒട്ടേറെ വിഷയങ്ങൾ സംസ്ഥാന സർക്കാരിനും പാർട്ടിയുമായി ബന്ധപ്പെടുത്തിയും നിരവധി വിഷയങ്ങൾ ചർച്ചയിൽ ഉന്നയിച്ചിരുന്നു. അതിനെല്ലാം മറുപടി നൽകുകയും ചെയ്തു. ഏകദേശം 3 മണിക്കൂറോളം നീണ്ടുനിന്ന വിശാലമായ മറുപടിയായിരുന്നു MV ഗോവിന്ദൻ മാസ്റ്ററുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഏറ്റവും പ്രധാനം കരുവന്നൂര് തെറ്റ് ആവർത്തിച്ചു കുറ്റസമ്മതം നടത്തുന്നു എന്ന് തന്നെയാണ് അദ്ദേഹം ഇന്നലെ മറുപടി പ്രസംഗത്തിൽ പറഞ്ഞത്. CPM തൃശൂർ ജില്ലാ സമ്മേളനത്തിലെ പൊതുചർച്ചയ്ക്കുള്ള മറുപടിയിലാണ് കരുവന്നൂരിലുണ്ടായ വീഴ്ചകൾ ഓരോന്നായി അദ്ദേഹം പറയുന്നത്. ഉദ്യോഗസ്ഥരും ഭരണസമിതിയും അറിയാതെ കരുവന്നൂരിൽ വലിയ തട്ടിപ്പ് ക്രമക്കേട് നടക്കില്ല എന്നുള്ളത് പൊതുസമ്മേളനത്തിൽ അദ്ദേഹം വീണ്ടും ആവർത്തിച്ചു. കരുവന്നൂരിൽ ഉണ്ടായത് ഗുരുതര വീഴ്ചയാണെന്നും വീഴ്ചയിൽ സഹകരണ വകുപ്പുകൾ പാഠം ഉൾക്കൊണ്ട് സംഘങ്ങളുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകണമെന്നും അടക്കമുള്ള കാര്യത്തിൽ അദ്ദേഹം സംസാരിക്കുകയുണ്ടായി. സഹകരണ സംഘങ്ങളുടെ വിശ്വാസ്യത കരുത്ത് ആർജിക്കണമെന്നും MV ഗോവിന്ദൻ മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു. പോലീസിനെതിരെ സമ്മേളന പ്രതിനിധികൾ കടുത്ത വിമർശനങ്ങൾ പൊതുചർച്ചയിൽ ഉയർത്തിയിരുന്നു. പോലീസിനെതിരായ വിമർശനങ്ങളെ ന്യായീകരിക്കുക കൂടിയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. പോലീസിനെതിരായ വിമർശനങ്ങളെല്ലാം ഒറ്റപ്പെട്ട സംഭവമാണെന്നും പോലീസിനെതിരായ വിമർശനങ്ങൾ മാധ്യമങ്ങൾ പർവ്വതീകരിക്കുകയാണെന്നും അത് ഏറ്റുപിടിച്ച് പ്രവർത്തകർ മുന്നോട്ട് പോകുന്നത് ശരിയല്ലെന്നുമായിരുന്നു MV ഗോവിന്ദൻ പറഞ്ഞത്. മറ്റൊന്ന് തൃശ്ശൂരിലെ വിഭാഗീയതയെക്കുറിച്ചാണ്. തൃശ്ശൂരിൽ ആഭ്യന്തര വിഭാഗീയത വളരെ ശക്തമാണ്. പുഴയ്ക്കൽ, ചാലക്കുടി, കുന്നംകുളം തുടങ്ങിയ ഏരിയ കമ്മിറ്റികൾക്ക് കീഴിൽ വിഭാഗീയത അതിശക്തമായി മുന്നോട്ട് പോകുന്നു. ഇവിടെ സമ്മേളനങ്ങൾ പോലും നടത്താനാവാത്ത സ്ഥിതിയാണ്. ഈ പല സ്ഥലങ്ങളിലും ജില്ലയിൽ ലോക്കൽ തലം മുതൽ മത്സരങ്ങൾ ഉണ്ടായിരുന്നു. ഭാരവാഹി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരം മത്സരങ്ങളൊക്കെ CPM പോലൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അനുവദിക്കാനാകാത്ത സാഹചര്യമാണെന്നും അദ്ദേഹം പറയുകയുണ്ടായി. നേതാക്കളെ മടക്കിക്കൊണ്ടുവരണം, അതായത് പാർട്ടി വിട്ടുപോയ അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ അച്ചടക്ക നടപടി നേരിട്ട പല ആളുകളെയും, നേതാക്കളടക്കമുള്ള പ്രവർത്തകരടക്കമുള്ള ആളുകളെയും വീണ്ടും മടക്കി കൊണ്ടുവരേണ്ടതുണ്ട്. അവർ പാർട്ടിക്കൊപ്പം നിന്ന് സഞ്ചരിക്കേണ്ടവരാണ്. ഇതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലേക്ക് പോയവരെ കുറിച്ചല്ല MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത്. അച്ചടക്ക നടപടി നേരിട്ടിട്ടും CPM അനുഭാവികളായും CPM താഴെത്തട്ടിലുള്ള പ്രവർത്തന കമ്മിറ്റികളിൽ പ്രവർത്തിച്ചുമൊക്കെ നിലനിന്ന് മുന്നോട്ട് പോകുന്ന ആളുകളെ ശത്രുതാപരമായ സമീപനത്തോടു കൂടി കാണരുത്. അവരെയൊക്കെ പാർട്ടിയിലേക്ക് മടക്കിക്കൊണ്ടുവരേണ്ടതുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായും മറുപടി ചർച്ചയിൽ പറഞ്ഞത്. ജില്ലാ സെക്രട്ടറി MM വർഗീസും ഈ സംഘടനാ റിപ്പോർട്ടിന്മേലുള്ള പൊതുചർച്ചയിൽ നടന്ന മറുപടി അദ്ദേഹം സംസാരിക്കുകയുണ്ടായി. കരുവന്നൂർ അടക്കമുള്ള വിഷയങ്ങളിൽ MM വർഗീസും ഇത്തരത്തിൽ കുറ്റവും വീഴ്ചയും ഒക്കെ സമ്മതിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം CPMന്റെ സംഘടനാ സമ്മേളനങ്ങൾ വിമർശനങ്ങളുടെയും സ്വയം വിമർശനങ്ങളുടെയും സമ്മേളനങ്ങൾ കൂടിയാണ്. മാറ്റങ്ങളുടെയും തിരുത്തലുകളുടെയും കൂടി കാലമാണ്. അതുകൊണ്ട് തന്നെ സമഗ്രമായ ചർച്ച അത് സംഘടനാ വളർച്ചയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താനുള്ള ഒരു തയ്യാറെടുപ്പിന്റെ കൂടി ഭാഗമാണ് ഇത്തരം ചർച്ചകൾ ഉണ്ടാവുന്നതും ആ ചർച്ചകളെ പാർട്ടി പരിശോധിക്കുന്നതും അതനുസരിച്ചുള്ള തിരുത്തലുകൾ നടത്തുന്നതും. അത് ആവശ്യമുള്ള പ്രക്രിയയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ നവീകരണത്തിനും ആവശ്യമുള്ള പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് വിമർശനങ്ങളും സ്വയം വിമർശനങ്ങളും. അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് തിരുത്തണമെന്ന് തന്നെ പറഞ്ഞുകൊണ്ടാണ് ഇന്നലെ പൊതുചർച്ചയ്ക്ക് മറുപടിയായി സംഘടനാ കാര്യങ്ങളെ കുറിച്ച് വിശദീകരിച്ചപ്പോൾ MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത്. മറ്റ് ചില പ്രധാനപ്പെട്ട വിമർശനങ്ങളും ചൂണ്ടിക്കാട്ടലുകളും ഒക്കെ MV ഗോവിന്ദൻ മാസ്റ്ററുടെ ഭാഗത്തു നിന്നുണ്ടായി. വരുന്ന മണിക്കൂറുകളിൽ അത്തരം വിവരങ്ങൾ കൂടി നമുക്ക് പങ്കുവയ്ക്കാനാകും. ആതിര. ശരി, ലെവിൻ കെ വിജയനാണ് വിശദാംശങ്ങൾ നൽകിയത്.